കുറേ നാളുകളായിട്ടുള്ളതാണ് മലപ്പുറം ജില്ല വിഭജിക്കണമെന്നുള്ളൊരാവശ്യം. ഇത് മുമ്പ് നിയമസഭയിൽ അടക്കം ഉന്നയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ കേരള മുസ്ലിം ജമാഅത്ത് ഒരു കേരള യാത്ര നടത്തുന്നുണ്ട്. അവർ മലപ്പുറത്ത് എത്തിയപ്പോൾ പറഞ്ഞിരുന്നത് മലപ്പുറം ജില്ലയെ വിഭജിക്കണം, ഇതിനെ മതപരമായി മാത്രമല്ല കാണേണ്ടത്, അല്ലാതെ റവന്യൂ ബേസ് വെച്ചിട്ട് അത്തരം കാര്യങ്ങൾ വെച്ചിട്ടുള്ള ക്രമീകരണം, ആൾക്കാരുടെ വികസനം അല്ലെങ്കിൽ ആശുപത്രി അടക്കമുള്ള കാര്യങ്ങൾ മുൻനിർത്തിയിട്ടായിരിക്കണം ഇതിനെ കാണേണ്ടതെന്ന് പറഞ്ഞിരുന്നു. അതിനൊക്കെ തന്നെ ഇപ്പോൾ എറണാകുളം എത്തിയപ്പോൾ അവർ മൂവാറ്റുപുഴ കേന്ദ്രമായിട്ട് എറണാകുളം ജില്ലയെ വിഭജിക്കണമെന്നൊരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ VT ബൽറാം അദ്ദേഹം കൂടിയിട്ട് കേരളത്തിൻ്റെ ഒരു നിലവിലെ സാഹചര്യം വെച്ചിട്ട് 5ഓളം ജില്ലകൾ കൂടുതലായിട്ട് വിഭജിച്ചുണ്ടാക്കാമെന്ന് കൂടിയിട്ട് ഒരു നിർദ്ദേശം ബൽറാം വെച്ചിട്ടുണ്ട്. കുറേ നാളുകളായിട്ട് ഈ മലപ്പുറം സംബന്ധിച്ചുള്ള ചർച്ചകൾ അന്തരീക്ഷത്തിലുണ്ട്. നമ്മളിതിലേക്കാണ് ആദ്യം. ദാവൂദ് സാർ, ഈ മലപ്പുറം വിഭജനം കുറേ നാളുകളായിട്ട് അന്തരീക്ഷത്തിലുള്ള പല നേതാക്കന്മാർ ഒരിക്കലും ഈ KN ഖാദർ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിയമസഭയിൽ ഇത് ഉന്നയിച്ച സമയത്ത് കൂടെയുള്ളവർ തന്നെ ഏതൊരു പ്രാദേശികവാദമാണെന്നും പറഞ്ഞിട്ട് അദ്ദേഹത്തിന് എതിർത്തു എന്നുള്ളൊരു കാര്യം കൂടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ മലപ്പുറം ജില്ല അല്ല ഇപ്പോൾ എറണാകുളം വിഭജിച്ച് മൂവാറ്റുപുഴ ആസ്ഥാനമായിട്ട് മറ്റൊരു ജില്ല, ഇത്തരം ആവശ്യങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? അല്ല, ജില്ല എന്ന് പറയുന്നത് നമ്മുടെ ഭരണ സംവിധാനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റാണ്. നമുക്ക് സംസ്ഥാനങ്ങൾ, കേന്ദ്രം കഴിഞ്ഞാൽ പിന്നെ സംസ്ഥാനങ്ങൾ, പിന്നെ ജില്ല, പിന്നെ താലൂക്കുകൾ, പിന്നെ പഞ്ചായത്ത്, ബ്ലോക്കുകൾ, പഞ്ചായത്തുകൾ, ഇങ്ങനെയൊക്കെ ആണ് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റുകൾ എന്ന് പറയുന്നത്. അതെന്താണ് പിന്നെ ഗവേണൻസിൻ്റെ സൗകര്യത്തിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള സംവിധാനങ്ങളാണ്. അപ്പോൾ അത് ഉണ്ടാക്കുകയോ ഇല്ലാതാക്കുകയോ അല്ലെങ്കിൽ പുതിയൊരു ജില്ല അല്ലെങ്കിൽ പുതിയൊരു താലൂക്ക് രൂപീകരിക്കുകയോ അല്ലെങ്കിൽ ഉള്ള താലൂക്കുകൾ, ഉള്ള ജില്ലകൾ മെർജ് ചെയ്യുക എന്നൊക്കെ ഉള്ളത് അഡ്മിനിസ്ട്രേറ്റീവ് പേർപ്പസിന് വേണ്ടി, അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അങ്ങനെയാണ് ഇക്കാലം അത്രയും ചെയ്തു പോന്നിട്ടുള്ളത്. 1947 നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ 310 ജില്ലകളാണ്, 310 എൻ്റെ ഓർമ്മ, 300 സംതിങ് ജില്ലകളാണ് ഇന്ത്യയിലുണ്ടായിരുന്നത്. ഇപ്പോൾ അത് 800 ജില്ല കടന്നു കഴിഞ്ഞു. കൃത്യം കണക്ക് പോലും പറയാൻ പറ്റാത്ത വിധം മിക്ക ദിവസങ്ങളിലും ജില്ലകൾ ഉണ്ടാകുന്നുണ്ട്, പല സംസ്ഥാനങ്ങളും. 800+ ജില്ലകൾ ഇന്ന് ഇന്ത്യയിലുണ്ട്. നമ്മൾ തുടങ്ങുമ്പോൾ 300+ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ സംസ്ഥാനത്ത് നോക്കിയാൽ അങ്ങനെ തന്നെയാണ്. സംസ്ഥാനം രൂപീകരിക്കുമ്പോൾ ഉള്ള ജില്ലകളല്ല ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ 14 ജില്ലകൾ ഉണ്ട്. അതിൽ തന്നെ 1969 മലപ്പുറം ജില്ല രൂപീകരിക്കപ്പെടുന്നത്. പക്ഷേ അതിനുശേഷം 4 ജില്ലകൾ കേരളത്തിൽ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്: ഇടുക്കി, പത്തനംതിട്ട, വയനാട്, കാസർഗോഡ്. പക്ഷേ തമാശ എന്താണെന്ന് വെച്ചാൽ ജില്ലകളെക്കുറിച്ച്, ജില്ലാ രൂപീകരണത്തെക്കുറിച്ചുള്ള ചർച്ച വരുമ്പോൾ ഒറ്റ പേര് വരുന്നു വരുള്ളൂ. എന്താണ്? മലപ്പുറം ജില്ലാ രൂപീകരണം. അത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ മലപ്പുറം ജില്ലാ രൂപീകരണം, മലപ്പുറം ജില്ല എന്ന് പറയുന്ന ആ ഒരു വിഷയം ഉന്നയിക്കുക മലപ്പുറം ജില്ലാ രൂപീകരണത്തെ എതിർത്തവർ മാത്രമല്ല, അതിനെ അനുകൂലിച്ചവരും. ഞങ്ങളാണ് മലപ്പുറം ജില്ല രൂപീകരിച്ചതെന്ന് പറയും. ഞങ്ങളാണ് ഇടുക്കി ജില്ല രൂപീകരിച്ചത്, ഞങ്ങളാണ് പത്തനംതിട്ട രൂപീകരിച്ചതെന്ന് ആരും പറയാറില്ലല്ലോ. എന്തുകൊണ്ടാണ് മലപ്പുറം എന്ന് പറയുമ്പോൾ പെർട്ടിക്കുലറായിട്ടുള്ള അതിനനുകൂലമായിട്ടാണെങ്കിലും അതിനെതിരായിട്ടാണെങ്കിലും ഒരു പെർട്ടിക്കുലർ ക്ലെയിം ആ വിഷയത്തിൽ വരുന്നത് എന്തുകൊണ്ടാണ്? മറ്റ് ജില്ലകളുടെ കാര്യത്തിൽ മലപ്പുറത്തിന് ശേഷം രൂപീകരിക്കപ്പെട്ട 4 ജില്ലകളുണ്ടല്ലോ, അതിൻ്റെ കാര്യത്തിൽ എന്താ ഉണ്ടാവാത്തത്? അത് ഒരൊറ്റ കാരണമേ ഉള്ളൂ. ഈ മലപ്പുറം എന്ന് നമ്മൾ ഇന്ന് വിളിക്കുന്ന ആ ജില്ലാ അതിർത്തിക്കുള്ളിൽ താമസിക്കുന്ന മനുഷ്യരിൽ കൂടുതൽ മുസ്ലിങ്ങളാണ് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, മതാടിസ്ഥാനത്തിലുള്ള ജില്ലാ വിഭജനം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? മതാടിസ്ഥാനത്തിലുള്ള ജില്ലാ വിഭജനം എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ത്യയിൽ ഏത് ജില്ല ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഭൂരിപക്ഷം ഉണ്ടാകുന്നു എന്നതാണോ മതാടിസ്ഥാനത്തിലുള്ള ജില്ലാ വിഭജനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇന്ത്യയിലെ ബാക്കി ജില്ലകളിലെല്ലാം ഒരു മതത്തിനും ഭൂരിപക്ഷം ഇല്ലാത്ത ജില്ലകളാണോ? മലപ്പുറം മാറ്റി നിർത്തി ബാക്കി ജില്ലകൾ എടുക്കുക. ബാക്കി ജില്ലകൾ ഏതോ ഒരു മതത്തിന് ഭൂരിപക്ഷം ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്കിങ്ങനൊരു ലോ ഉണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനൊരു നോം ഉണ്ടോ? ഈ മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഭൂരിപക്ഷമുള്ള ജില്ലകളെ രൂപീകരിക്കാൻ പാടുള്ളൂ, അങ്ങനെ ഒന്നുണ്ടോ? ഇപ്പോൾ വയനാട് ജില്ല രൂപീകരിക്കുമ്പോൾ ഏതോ ഒരു മതവിഭാഗത്തിനോട് ഭൂരിപക്ഷമായിരിക്കുമല്ലോ. കേരളത്തിൻ്റെ കോൺടെക്സ്റ്റ് പറഞ്ഞാൽ ഹിന്ദുക്കളാണ്. പത്തനംതിട്ടയാണെങ്കിലും ഇടുക്കിയാണെങ്കിലും വയനാടാണെങ്കിലും കാസർഗോഡാണെങ്കിലും ഹിന്ദു മതവിഭാഗത്തിൽപ്പെട്ടവർ ഭൂരിപക്ഷമുള്ളതാണ്. അതിന് കുഴപ്പമില്ലേ? അപ്പോൾ അത് മതാടിസ്ഥാനത്തിലുള്ള ജില്ലാ വിഭജനമല്ലേ? കോഴിക്കോട് ജില്ലയിൽ നിന്നൊക്കെ കുറേ ഭാഗങ്ങൾ ചേർത്തിട്ടാണല്ലോ ഈ വയനാട് ഉണ്ടാക്കുന്നത്. കണ്ണൂർ ജില്ല വിഭജിച്ചിട്ടാണല്ലോ കാസർഗോഡ് ഉണ്ടാക്കുന്നത്. അതുണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവർക്കാണ് ഭൂരിപക്ഷം. അത് മതാടിസ്ഥാനത്തിലുള്ള ജില്ലാ വിഭജനമാണോ അല്ലയോ? ഇക്കാര്യം രാജീവ് ചന്ദ്രശേഖറും RSSൻ്റെയും BJPയുടെയും നേതാക്കളും വ്യക്തമാക്കണം. മലപ്പുറത്തിൻ്റെ കാര്യം വരും. മലപ്പുറത്ത് എന്താണ് അവർ പറയുന്ന വിഷയം?
മലപ്പുറത്ത് ഇപ്പോൾ ഒരു ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷന് മാനേജ് ചെയ്യാൻ പറ്റാത്ത അത്രയും വൈപുല്യം, ജിയോഗ്രഫിക്കലി തന്നെ അത് അത്രയും വിപുലമാണ്. പോപ്പുലേഷൻ വെച്ചിട്ടും അത് വളരെ വലുതാണ്, മാനേജ് ചെയ്യാൻ പറ്റാത്ത വിധം വലുതാണ്. എന്ന് മാത്രമല്ല വേറെ റെപ്രസെൻറ്റേഷൻ പ്രശ്നം. ഇപ്പോൾ യുവജനോത്സവം നടക്കുകയാണ്. സംസ്ഥാനത്ത് ഏറ്റവും അധികം കുട്ടികളുള്ള ജില്ലയാണ്, സ്കൂൾ വിദ്യാർത്ഥികളുള്ള ജില്ലയാണ് മലപ്പുറം. അവിടെ നിന്ന് പോകുന്ന ഇത്രയും വിദ്യാർത്ഥികളെ പ്രതിനിധീകരിച്ച് ഒരു ഐറ്റത്തിന് പങ്കെടുക്കുന്ന ആരാണ്? ഒരാളായിരിക്കുമല്ലോ. അതിൻ്റെ പകുതിയുടെ പകുതി ആളുകളുള്ള വിദ്യാർത്ഥികളുടെ ജില്ലയിൽ നിന്ന് ആര് പോകുന്നുണ്ട്? ഒരാൾ പോകുന്നുണ്ട്. അപ്പോൾ റെപ്രസെൻറ്റേഷൻ്റെ പ്രശ്നം അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഭരണപരമായ സൗകര്യത്തിന് വേണ്ടിയിട്ട് സ്വാഭാവികമായി ഉണ്ടാകുന്നൊരു സംഗതിയാണ് ജില്ലകൾ വിഭജിക്കുക, താലൂക്കുകൾ വിഭജിക്കുക എന്ന് പറയുന്നത്. അത് മലപ്പുറത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല. ഇപ്പോൾ കേരളത്തിൽ തന്നെ കുറച്ച് മുമ്പാണ് നെടുമങ്ങാട് കേന്ദ്രീകരിച്ച് ജില്ല രൂപീകരിക്കണം ആ പ്രദേശത്തുള്ള ഒരു സംഘം ആവശ്യപ്പെട്ടത്. നെയ്യാറ്റിൻകര കേന്ദ്രീകരിച്ച്. മൂവാറ്റുപുഴ കേന്ദ്രീകരിച്ച് ജില്ല വേണം. മൂവാറ്റുപുഴ, പിറവം, കോതമംഗലം ഭാഗങ്ങളും തൊടുപുഴയുടെ ഭാഗങ്ങളും കൂട്ടിച്ചേർത്തിട്ട് ജില്ല വേണമെന്നത് ദീർഘകാലമായുള്ള ആവശ്യമാണ്. നമ്മുടെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന മരിച്ചുപോയ ഡി ബാബുപോൾ സാറ് തന്നെ അതേക്കുറിച്ച് എഴുതുകയും അദ്ദേഹം എനിക്കൊന്ന് സർക്കാരിനൊരു അത് സംബന്ധമായ ഒരു പഠന റിപ്പോർട്ട് തന്നെ നൽകിയതായിട്ടാണ് എൻ്റെ ഓർമ്മ. അതേക്കുറിച്ച് അദ്ദേഹമായിട്ട് സംസാരിക്കുമ്പോൾ പുള്ളി അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇത് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന കാര്യം. അപ്പോൾ മൂവാറ്റുപുഴക്കാരെ സംബന്ധിച്ചിടത്തോളം മൂവാറ്റുപുഴയും കോതമംഗലത്തുള്ള ആളുകൾക്ക് അവർ എല്ലാ കാര്യങ്ങൾക്കും കാക്കനാട് വരിക, അവർ ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സിൽ വരിക എന്നുള്ളതിൽ പ്രയാസമുണ്ട്. കാക്കനാട്ടിൽ ഇരിക്കുന്ന ആളുകൾക്ക് കോതമംഗലത്തും ഭൂതത്താങ്കട്ടിലുള്ള കാര്യങ്ങൾ അതും മാനേജ് ചെയ്യുക എന്നുള്ളതും പ്രയാസമുണ്ട്. വളരെ സ്വാഭാവികമായ കാര്യമാണ്. ഇന്ത്യയിലാകട്ടെ ജില്ലകൾക്ക് നമുക്ക് അങ്ങനെ ഒരു കൃത്യമായ സീലിംഗ് ഒന്നുമില്ല. ഒരു ജില്ലയ്ക്ക് ഇത്ര വിസ്തൃതി ഉണ്ടാകാൻ പാടുള്ളൂ, ഇത്ര ജനസംഖ്യ ഉണ്ടാകാൻ പാടുള്ളൂ, ഇത്ര ഉണ്ടായിരിക്കണം. ഓരോ പലതരം ഘടകങ്ങൾ അതിനകത്ത് ആശ്രയിക്കും. അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ് ആണ് അതിൽ ഏറ്റവും പ്രധാനം. ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് അതിനകത്ത് പ്രധാനമായി വരും. ആക്സസ് ഇപ്പോൾ കേരളം തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ 14 ജില്ലകളാണുള്ളതെങ്കിലും കേരളം എന്ന് പറയുന്ന ഈ ഭൂപ്രദേശത്ത് 15 ജില്ലകളുണ്ട്. മാഹി കൂടെ നമ്മൾ ചേർക്കുകയാണ്. മാഹി എന്ന് പറയുന്നത് പോണ്ടിച്ചേരി സ്റ്റേറ്റിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ജില്ലയാണ്. ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും 1.5 ലക്ഷമാണ് അവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ജിയോഗ്രഫിക്കലിയും പോപ്പുലേഷൻ വൈസ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ലകളൊന്നാണ് മാഹി. അവരൊരു ജില്ലയായിട്ട് അവിടെ നിൽക്കുകയാണ്. പക്ഷേ തൊട്ടപ്പുറത്തുള്ള കണ്ണൂർ വലിയ ജില്ലയാണ്. കണ്ണൂർ ജില്ല വിഭജിക്കണം. തളിപ്പറമ്പോ പയ്യന്നൂരോ കേന്ദ്രീകരിച്ച് ഒരു പുതിയ ജില്ല വേണമെന്നുള്ള ആവശ്യമുണ്ട്. അപ്പോൾ ഇങ്ങനെ വളരെ സ്വാഭാവികമായി നടക്കുന്നൊരു പ്രക്രിയയെ അതിന് എന്തോ ഒരു ഗുരുതര പാതകമായിട്ട് കാണുക, അതേക്കുറിച്ച് സംസാരിക്കുന്നതിന് അത് തീവ്രവാദമാണ്, അത് വിഘടനവാദമാണ്. ഇത് വിഘടനവാദമാണെന്ന് പറയുന്നത് RSS മാത്രമല്ല കേട്ടോ. കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹം ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഒരു സെമിനാറിൽ മലപ്പുറം ജില്ലാ വിഭജനത്തെക്കുറിച്ചുള്ള ആവശ്യത്തെ തീവ്ര ആശയമായിട്ട് അദ്ദേഹം വിശേഷിപ്പിക്കുന്നുണ്ട്. ഇടതുപക്ഷത്തും വലതുപക്ഷത്തും പുരോഗമനപക്ഷത്തും മധ്യപക്ഷത്തുമുള്ള ആളുകളൊക്കെ മുസ്ലിങ്ങൾ ഉള്ള പ്രദേശത്ത് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ് രൂപീകരിക്കുന്നത് ഗുരുതരമായ പാതകമായി കാണുന്നു എന്നൊരു വിചിത്രമായൊരു സംഗതിയാണ് ഇതിനകത്തുള്ളത്. ഞാൻ പറയുന്നത് മലപ്പുറം ജില്ല വിഭജിക്കണോ വേണ്ടയോ എന്നുള്ളതല്ല. കേരളത്തിൻ്റെ ഈ പറയുന്ന റവന്യൂ യൂണിറ്റുകളെ കുറിച്ചിട്ടുള്ള ഒരു റിവിഷൻ നടക്കട്ടെ. അതും ജില്ലകളുടെ കാര്യത്തിൽ മാത്രമല്ല താലൂക്കുകളുടെ കാര്യത്തിലും വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇപ്പോൾ പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് പയ്യന്നൂർ താലൂക്ക് രൂപീകരിക്കുന്നത്. പയ്യന്നൂർ താലൂക്ക് രൂപീകരിക്കുക എന്നുള്ളത് ഈ സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെയുള്ള ആവശ്യമായിരുന്നു. അത്രയ്ക്ക് പഴക്കമുള്ളൊരു ആവശ്യമാണ്. കാരണം ആലപ്പുഴ ജില്ല അതിനു മുമ്പ് ആ പ്രദേശത്ത് നിന്ന് ആലപ്പുഴ ജില്ലയിൽ 6 താലൂക്കുകളുണ്ട്. 6 താലൂക്കല്ല ആലപ്പുഴ ജില്ലയുള്ളത്. ആലപ്പുഴ ജില്ലയുടെ വലുപ്പം ഉണ്ടായിരുന്നു ഈ പയ്യന്നൂർ താലൂക്ക് വിഭജിക്കുന്നതിന് മുമ്പ്, ഒറ്റ താലൂക്ക് മാത്രം. അപ്പോൾ അത്രയും വിസ്തൃതമായ താലൂക്കുകൾ ധാരാളം നമ്മുടെ സംസ്ഥാനത്തുണ്ട്. അപ്പോൾ താലൂക്കുകളുടെ പുനഃസംഘാടനം, റീഓർഗനൈസേഷൻ, ജില്ലകളുടെ റീഓർഗനൈസേഷൻ അത് ഒരു ഭരണപരമായിട്ടുള്ളൊരു നടപടിയാണ്. ആ നടപടി ഭരണപരമായ സൗകര്യത്തിന് വേണ്ടി അങ്ങനെ ആവശ്യമാണെങ്കിൽ അത് ഞങ്ങൾ നടത്തും എന്ന് സധൈര്യം പറയാനുള്ള എന്താ പറയുക ആ ഒരു വിവേകം രാഷ്ട്രീയ പാർട്ടികൾ കാണിക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഒരു ലളിതമായൊരു കാര്യത്തെ അതിനെ ദുരൂഹവൽക്കരിക്കുക, അതിന് മതത്തിൻ്റെ കളർ കൊടുക്കുക, അതിനെ തീവ്രവാദമായി ബന്ധിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് ശരിയല്ലാത്ത നിലപാടാണ്. എത്രത്തോളം പോയി തന്നെ മലപ്പുറം ജില്ല വിഭജിക്കാനുള്ള ആവശ്യം അത് മലബാർ സംസ്ഥാനം എന്നുള്ളതിലേക്ക് പോകും എന്നൊക്കെ ചില ആളുകൾ പറയുന്നുണ്ട്. അങ്ങനെയൊന്നും ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ മലബാർ സംസ്ഥാനം എന്ന് ഒരാൾ ആവശ്യപ്പെടുകയാണ്, അല്ലെങ്കിൽ ഒരു സംഘം മലബാർ സംസ്ഥാനം പോട്ടെ, തിരുവിതാംകൂർ സംസ്ഥാനം, നമുക്ക് കൊച്ചി സംസ്ഥാനം, അത് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച കാര്യമല്ലേ. ഒരു സംസ്ഥാനം ഞങ്ങൾക്ക് വേണം എന്നൊരു ഡിമാൻഡ് ഇന്ത്യയിൽ ആർക്കും ഉന്നയിക്കാവുന്നതേ ഉള്ളൂ. എന്ന് മാത്രമല്ല നിലവിൽ ഇന്ത്യയിൽ അങ്ങനെ
ആക്റ്റീവായിട്ടുള്ള ഒരു ഡസനോളം ഡിമാൻഡുകളും അതിനെ മുൻനിർത്തിയുള്ള മൂവ്മെൻറ്റുകളുണ്ട്. നമുക്ക് ബീഹാർ ഉണ്ടായിരുന്നല്ലോ, ജാർഖണ്ഡ് എങ്ങനെയാണ് ഉണ്ടായത്? ജാർഖണ്ഡ് മുക്തി മോർച്ച എന്ന് പറയുന്ന മൂവ്മെൻ്റ് ഉണ്ടായി വന്നു. എന്താണ്? ഈ പ്രദേശങ്ങളിൽ വികസനം പോരാ, ബീഹാറിൻ്റെ ഭാഗമായി നിന്ന് കഴിഞ്ഞാൽ ഞങ്ങളുടെ ആഫീസ് പൂട്ടിപ്പോകും എന്ന് ആ പ്രദേശത്തുള്ള ആളുകൾ മനസ്സിലാക്കുന്നു. അവർ സംഘടിക്കുന്നു. ജാർഖണ്ഡ് മുക്തി മോർച്ച എന്ന് പറയുന്ന പ്രസ്ഥാനം രൂപപ്പെടുന്നു. അത് വലിയ ജനകീയ സ്വാധീനം നേടുന്നു. ആ ജാർഖണ്ഡ് എന്ന് പറഞ്ഞ സംസ്ഥാനം രൂപീകരിക്കപ്പെടുന്നു. ഛത്തീസ്ഗഡ്, എങ്ങനെയാണ് ഛത്തീസ്ഗഡ് ഉണ്ടായത്? എങ്ങനെയാണ് ഉത്തരാഖണ്ഡ് ഉണ്ടായത്? ഉത്തർപ്രദേശിൻ്റെ ബുന്ദേൽഖണ്ഡ്, പൂർവാഞ്ചൽ, ഇതൊക്കെ വേറെ സംസ്ഥാനങ്ങളാക്കണം എന്നുള്ള ആവശ്യം അവിടെയുണ്ട്. കൊങ്കു നാട് വേറെ സംസ്ഥാനം ആക്കണമെന്നുള്ള ഡിമാൻഡുണ്ട്. ഈ പറയുന്ന തുളു നാട് എന്ന് പറയുന്ന സംസ്ഥാനം വേണമെന്ന് പറയുന്ന ഡിമാൻഡ് കർണാടകയിലുണ്ട്. കൂർഗ്, ഞങ്ങൾ കുറകർക്ക് പ്രത്യേക സംസ്ഥാനം വേണം എന്ന്. ഇതൊക്കെ ഇന്ത്യൻ സോവറിറ്റിക്ക് അകത്ത് നിന്നു, ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്ത് നിന്നുകൊണ്ട് ഓരോരോ ജനവിഭാഗങ്ങൾ, സാമൂഹിക വിഭാഗങ്ങൾ, ഭൂമിശാസ്ത്ര വിഭാഗങ്ങൾ, ഭാഷാ വിഭാഗങ്ങൾ അവരുന്നയിക്കുന്ന അവരുടെ പൊളിറ്റിക്കൽ ഡിമാൻഡുകളാണ്. അത് ശരിയോ തെറ്റോ, അത് വേണോ വേണ്ടോ എന്നുള്ളത് വേറെ ചർച്ച. അങ്ങനെ ഒരു ഡിമാൻഡ് ഉന്നയിക്കുന്നത് ഇത് ഗുരുതരമായ പാതകമാണ്. ഇതെന്താണ്? എന്ത് ന്യായത്തിലാണ് ഇത് പറയുന്നത്? അപ്പോൾ അത് സംസ്ഥാനത്തെക്കുറിച്ചുള്ള അവകാശവാദം വരും എന്ന് മുന്നറിയിപ്പ്. അങ്ങനെ എന്തോ ഒരു തരം ഒരു ഭീതി പടർന്ന ആളുകൾ. ഞാൻ ചോദിക്കുന്നു, സംസ്ഥാനത്തിന് വേണ്ടിയുള്ള അവകാശം ആരെങ്കിലും ഉന്നയിക്കുകയാണെങ്കിൽ തന്നെ, അങ്ങനെ ആരും ഉന്നയിച്ചിട്ടില്ലെന്ന് വേറെ കാര്യം. അതിലെന്താണ് കുഴപ്പം? ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്ത് നിന്നുകൊണ്ട് നമുക്ക് ജില്ലകളും താലൂക്കുകളും സംസ്ഥാനങ്ങളും രൂപീകരിക്കുക എന്നുള്ളത് വളരെ സാമാന്യമായിട്ടുള്ള, വളരെ സാധാരണമായിട്ടുള്ളൊരു സംഗതിയാണ്. പക്ഷെ മലപ്പുറത്തിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ മറ്റെല്ലാ കാര്യത്തിലും എന്നപോലെ അതെന്തോ ഒരു ഗുരുതരമായ പാതകമായിട്ട് കാണുക. ഞാൻ പറയുന്നു, ആ ഡിസ്കഷൻ നടക്കട്ടെ. ഈ കാര്യത്തിൽ ഞാൻ പറയുന്നു, കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും സധൈര്യം സത്യസന്ധമായി ഇതിൽ അഭിപ്രായം പറയുന്നത് ഞാൻ വിചാരിക്കുന്നില്ല. അതിന് ഒരു വളരെ നോർമലായിട്ടുള്ള, വളരെ സാധാരണമായുള്ളൊരു പ്രക്രിയയെപ്പോലും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് മുസ്ലിങ്ങളാണെങ്കിൽ അതിനെ ക്രിമിനൽ വൽക്കരിക്കുക, അതിനെ ഗുരുതരമാക്കുക എന്ന് പറയുന്ന ഒരു ട്രെൻഡ് ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതിന് മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് അതിനെ നേരിടുവാനുള്ള ധൈര്യം ഇവിടെയുള്ള മുഖ്യധാരാ പാർട്ടികൾക്ക് ആർക്കും ഇല്ല എന്നുള്ളതാണ് വസ്തുത. അതെ നിഷാദ്, ഈ രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യമുണ്ട്. കേരളമായിട്ട് ബന്ധപ്പെട്ട കേരള എന്നുള്ള പേര് കേരളം എന്ന് ഔദ്യോഗിക രേഖകളിലാക്കണം. അപ്പോൾ മുമ്പ് സഭയിൽ സർക്കാർ അവതരിപ്പിച്ച പ്രമേയത്തെ പിന്തുണക്കുകയും ചെയ്തു. അദ്ദേഹം പ്രധാനമന്ത്രിക്ക് കത്തയക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെയാണ് നമ്മൾ ഈ ജില്ലാ വിഭജനം എന്നുള്ള ആവശ്യം. ഈ രണ്ടിനെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, ജില്ലാ വിഭജനം എന്നുള്ള ആവശ്യത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം കേരളത്തിൽ ഇപ്പോൾ നേരത്തെ ദാവൂസായി പറഞ്ഞ ജില്ലാ വിഭജനം എന്നുള്ള ഡിസ്കഷൻ വരുമ്പോൾ ആൾക്കാരുടെ എല്ലാം മനസ്സിലേക്ക് വേഗം വരുന്നത് മലപ്പുറം ജില്ല വിഭജിക്കണം എന്നുള്ള ആവശ്യം മാത്രമാണ് എന്ന പ്രശ്നമുണ്ട്. അതെന്തുകൊണ്ടാണ് വരുന്നതെന്ന് ചോദിച്ചാൽ അവിടെ മുസ്ലിം ആൾക്കാർ കൂടുതലാണ്. അപ്പോൾ അവരെന്തൊക്കെയോ പുതിയതായിട്ട് പിടിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുകയാണ്, സമ്മർദ്ദത്തിലൂടെ അവരെല്ലാം എടുത്തുകൊണ്ട് പോകണമെന്നൊക്കെയുള്ള വർത്തമാനം ഏതെല്ലാം നേതാക്കൾ പറഞ്ഞ് നമുക്ക് ഓർമ്മയുണ്ട്. മുസ്ലിങ്ങൾ അഹിതമായി എന്തോ കൊണ്ടുപോകുന്നു, മുസ്ലിം ഭൂരിപക്ഷ സ്ഥലങ്ങളിലെല്ലാം അവർ കൊണ്ടുപോയി എന്തൊക്കെയോ കൊടുക്കുന്നു എന്നുള്ള ഒരു ഫീൽ നമ്മുടെ പൊതുബോധത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് അത് മാത്രമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അല്ലെങ്കിൽ മൂവാറ്റുപുഴ ജില്ലയുടെ കാര്യം എത്രയോ വർഷമായിട്ട്, എനിക്കൊന്ന് 1960-70കളുടെ കാലം മുതൽ ഇങ്ങോട്ട് ഇതുമായി ബന്ധപ്പെട്ട ആവശ്യം ഇവിടെ സജീവമായിട്ടുണ്ട്. 1980s കരുണാകരൻ സർക്കാരിൻ്റെ കാലത്ത് അങ്ങനെ ഒരു തീരുമാനം എടുക്കാം എന്നതിലേക്ക് അവർ എത്തിയത് കൂടി ചെയ്തതാണ്. അന്നും വലിയ പ്രതിഷേധം ഉണ്ടായി കേരള കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന്. ആ തീരുമാനം നടപ്പിലായിട്ടില്ല. അപ്പോൾ അതിനൊരു വളരെ ന്യായമായ റീസൺ അവിടെ ഉണ്ട്. ഇപ്പം തന്നെ നോക്കൂ, എറണാകുളം ഏറ്റവും വികസിക്കുന്ന ജില്ലകളിലൊന്നാണ്. എറണാകുളം ഏറ്റവും വികസിക്കുന്ന പറയുമ്പോൾ പിന്നെയും കുറച്ചുകൂടി നമ്മൾ സ്പെസിഫിക്കായി നോക്കിയാൽ വികസിക്കുന്നത് എറണാകുളത്തിൻ്റെ നഗരമേഖലകളാണ്. അപ്പോൾ എറണാകുളം, ആലുവ, പറവൂർ അവിടെയാണ്. അതല്ലാത്ത എറണാകുളം ഉണ്ട്. നേരത്തെ പറഞ്ഞാൽ അങ്ങനെ ഭൂത്താങ്കിട്ട് കിടക്കുന്ന കോതമംഗലം, മൂവാറ്റുപുഴ, പിറവം അവിടെ കിടക്കുന്ന സ്ഥലമുണ്ട്. അതൊരു ഭൂമിശാസ്ത്രപരമായി തന്നെയും ഡിഫറൻ്റാണ്. സംസ്കാരപരമായി, ഭാഷാപരമായി, വികസനത്തിൻ്റെ ഡിവിഡൻ്റെ കാര്യത്തിലെല്ലാം വിഭിന്നമായിട്ടുള്ള സ്ഥലങ്ങളാണ്. ഇത് മാത്രമല്ല, ഈ പ്രദേശങ്ങളിലേക്കുള്ള ആളുകൾക്ക് എറണാകുളം നഗരത്തിലെ ഭരണസിരാ കേന്ദ്രം, ആശുപത്രികൾ, അല്ലെങ്കിൽ പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സ്, ഇവിടെയൊക്കെയുള്ള അവരുടെ ആക്സസ് എന്ന് പറയുന്നത് ഭയങ്കര പ്രയാസം പിടിച്ച ഒന്നാണ്. അതാണ് എല്ലാവരും എല്ലാ ജില്ലാ വിഭജനത്തിൻ്റെ കാര്യത്തിൽ ഉന്നയിക്കുന്ന പ്രശ്നം. ആലപ്പുഴ, നിങ്ങളുടെ ജില്ല ആലപ്പുഴ, അവിടെ ഓണാട്ടുകര ജില്ല വേണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുന്ന ആൾക്കാരുണ്ട്. സംസ്കാരപരമായി തന്നെയും ഭൂമിശാസ്ത്രപരമായും വേറെ തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങൾ വിഭജിച്ച് വേറെ ജില്ലയാക്കണമെന്ന് അഭിപ്രായപ്പെടുന്ന ആൾക്കാരുണ്ട്. നെയ്യാറ്റിൻകര ജില്ലയാക്കണമെന്ന് മാറ്റണമെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഒപ്പം മൂവാറ്റുപുഴയുണ്ട്, മലപ്പുറമുണ്ട്. ഇങ്ങനെ കേരളത്തിൽ ജില്ലാ ആവശ്യവുമായിട്ടുള്ള നിരവധിയായിട്ടുള്ള ആവശ്യങ്ങൾ ഏതെല്ലാമോ ഘട്ടത്തിൽ ആരെങ്കിലുമൊക്കെ ഉന്നയിക്കുകയും അത് പലതും സീരിയസ് ആയിട്ട് നമ്മുടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് കൺസിഡർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാമൂഹ്യ സാഹചര്യം എന്ന് പറഞ്ഞാൽ അത് വേറെ തന്നെയാണ്. ഒന്ന്, മലപ്പുറം ജില്ല വിഭജിക്കണമെന്നുള്ള ആവശ്യം വരുന്നു. രണ്ടാമത് ഇപ്പോൾ മൂവാറ്റുപുഴ ജില്ല വിഭജിക്കണമെന്ന് പറയുന്ന ആവശ്യം ഉന്നയിക്കുന്നത് കേരള മുസ്ലിം ജമാഅത്ത് എന്ന് പറയുന്ന സംഘടനയാണ്. എങ്കിൽ കുഴപ്പമായിരിക്കുന്നു. കംപ്ലീറ്റ് ഇതിന് വിഭജിക്കണം എന്നുള്ള ആവശ്യത്തെ ഒരു വിഘടനവാദം എന്ന മട്ടിലൊക്കെയാണ് ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. ജില്ല രൂപീകരിക്കുക എന്നുള്ളത് ഈ രാജ്യത്തൊരു കാര്യമേ അല്ല.
കഴിഞ്ഞ വർഷം മാത്രം ആന്ധ്രാപ്രദേശിൽ 17 പുതിയ ജില്ലയുണ്ടാക്കി, തെലങ്കാനയിൽ പുതിയ ജില്ലകൾ ഉണ്ടാക്കുന്നു, രാജസ്ഥാനിൽ 10-12 പുതിയ ജില്ലയുണ്ടാക്കി, കർണാടകയിൽ പുതിയ ജില്ല ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഉത്തർപ്രദേശിൽ പുതിയ ജില്ല ഉണ്ടാക്കുന്നു. ഇതൊന്നൊരു വലിയ കാര്യമൊന്നുമല്ല. എന്തിനാണ് ജില്ല ഉണ്ടാക്കുന്നത്? അഡ്മിനിസ്ട്രേഷന് സൗകര്യപ്രദമാക്കുക. എല്ലാവർക്കും ഇപ്പം ജനസംഖ്യ കൂടുതലാകുമ്പോൾ അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ഭയങ്കര ഭാരമുള്ളതായിട്ട് മാറും. എല്ലാവർക്കും ആശുപത്രി സേവനം കൊടുക്കൽ പോലും ജനസംഖ്യ കൂടുമ്പോൾ പ്രശ്നമാണ്. ജില്ലാ ആശുപത്രിയിൽ നിന്ന് 10,000 പേരുള്ള ഒരു ജില്ലയ്ക്ക് ഒരു ജില്ലാ ആശുപത്രി, 5,000 പേരുള്ള ജില്ലയ്ക്ക് ഒരു ജില്ലാ ആശുപത്രി എന്ന് പറഞ്ഞ പ്രശ്നം എന്തായിരിക്കും? പിന്നെ ജില്ലാ കേന്ദ്രത്തിലേക്കുള്ള ആക്സസ് പ്രധാനമാണ്. ഭൂമിശാസ്ത്രപരമായി ഇങ്ങനെ വല്ലാതെ കിടക്കുന്ന ഒരു സ്ഥലത്ത്, ഏതെങ്കിലും ഒരു സ്ഥലത്ത് ജില്ലാ കേന്ദ്രം, അവിടേക്ക് എല്ലാവർക്കും എത്തിപ്പെടുക, ആക്സസ്, അത് പ്രശ്നമാണ്. അപ്പോൾ അത് പരിഹരിക്കാനാണ് ഈ ജില്ലാ വിഭജനം എന്നുള്ള ആവശ്യം രാജ്യത്തെമ്പാടും ഉയർന്നു വരുന്നത്. അത് ആ നിലയ്ക്ക് കണ്ട് അതിനെ പരിഗണിക്കാന്നുള്ളൂ. മലപ്പുറത്തിന് കാര്യം എടുത്ത് നോക്കും. മലപ്പുറം വലിയ ജില്ലയാണ്, വലിയ പോപ്പുലേഷൻ ജില്ലയാണ്. അപ്പോൾ അവിടെ ഭരണപരമായ സൗകര്യം ഉണ്ടാകുന്നതിന് ചുമ്മാ നോക്ക്, ഞാൻ പറഞ്ഞത് ഉത്തർപ്രദേശ് എന്നൊരു സംസ്ഥാനം ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമാണ്. ഇന്ത്യയിലെ ഏറ്റവും നരകതുല്യമായ ജീവിതം നയിക്കുന്ന മനുഷ്യന്മാരുടെ കണക്കെടുത്താൽ അതും ഉത്തർപ്രദേശിലാണ്. ഭരണത്തിൻ്റെ ഒരു നിലയ്ക്കുമുള്ള സ്പർശമേൽക്കാത്ത, വികസനത്തിൻ്റെ ഒരു സ്പർശവും ഏൽക്കാത്ത എത്രയോ ഗ്രാമങ്ങൾ ഈ പറയുന്ന ഉത്തർപ്രദേശിലുണ്ട്. ആരാണ് മുഖ്യമന്ത്രി എന്ന് പോലും അറിയാതെ ജീവിക്കുന്ന മനുഷ്യന്മാരുണ്ട്. കാരണം എന്താണ്? ഇതിങ്ങനെ കിടക്കുകയാണ് ബ്രഹ്മാണ്ടം പോലെ. അതിനകത്ത് ഭരണത്തിൻ്റെ കണ്ണുകൾ എത്തുക എന്ന് പറയുന്നത് തന്നെ പല സ്ഥലത്തും ഉദ്യോഗസ്ഥന്മാരുടെ, പോലീസുകാരുടെയൊക്കെ പ്രാദേശിക ഭരണം പോലെ അവർ കൊണ്ട് കിടക്കുന്നത്. കാരണം എന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ സ്റ്റേറ്റ് ലീഡർഷിപ്പിൻ്റെ കണ്ണ് എത്തുന്നില്ല അവിടെ. അത്രയും വലുതാണ്, അത്രയും സങ്കീർണമാണ്. അപ്പോൾ ഉത്തർപ്രദേശ് ശരിക്കും പറഞ്ഞാൽ കുറേ അധികം 3-4 സംസ്ഥാനമായിട്ട് വിഭജിക്കാൻ മാത്രമുള്ള വലിപ്പമുള്ള സംസ്ഥാനമാണ്. അപ്പോൾ വലിപ്പം കൂടുന്തോറും അഡ്മിനിസ്ട്രേഷൻ എഫക്റ്റീവ് ആവില്ല, അതിന് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. അത് ന്യായമായിട്ടുള്ള ആവശ്യമാണല്ലോ. ന്യായമായിട്ടുള്ള ആവശ്യം ഞാൻ നേരത്തെ പറഞ്ഞ ഇന്ത്യയിൽ ജില്ലകൾ പുതുതായി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പല സംസ്ഥാനങ്ങളും പുതിയ പുതിയ ജില്ലകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഭരണപരമായ സൗകര്യത്തിന്. അത് നമ്മളിവിടെ ഉന്നയിക്കുമ്പോൾ എല്ലാവർക്കും നേരത്തെ പറഞ്ഞ ദൗസായി പറഞ്ഞൊരു പോയിന്റ്. അതായത് മലപ്പുറം ജില്ല വിഭജിക്കണം എന്നുള്ള ആവശ്യത്തെ അതിൻ്റെ മെറിറ്റോറിയസ് പരിശോധന നടത്താൻ ഒരാൾക്കും ധൈര്യമില്ല. മൂവാറ്റുപുഴ എന്ന് പറയുമ്പോൾ ആ ജില്ലയ്ക്ക് ഉണ്ടല്ലോ, ആ സ്ഥലത്തിനുണ്ട് പ്രത്യേകത. അപ്പോൾ അതും പരിശോധിക്കാൻ ഇവർക്ക് ധൈര്യമില്ല. കാരണം അത് മുസ്ലിം ഡിമാൻഡ് എന്തോ ഒരു സംഗതിയാണ്. അല്ലെങ്കിൽ തന്നെ മലപ്പുറം എന്നുള്ള പേരിനെ ഇങ്ങനെ വട്ടമിട്ട് വെച്ചിരിക്കുകയാണല്ലോ. മലപ്പുറം ജില്ലയുടെ തൊട്ടടുത്ത് ഉണ്ടായിട്ടുള്ള അപകടത്തിൽ മരിച്ചു, അല്ലെങ്കിൽ മലപ്പുറം ജില്ലയ്ക്ക് അടുത്ത് നിന്ന് കള്ളക്കേസിൽ പിടിച്ചു എന്നൊക്കെയുള്ള സംഗതികൾ പറയാൻ ആൾക്കാർക്ക് മടിയില്ലാത്ത തരത്തിലാണ് നമ്മൾ കാര്യങ്ങളെ കാണുന്നത്. സോ അതുകൊണ്ട് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ അവിടുത്തെ ഒരു ഡെമോഗ്രഫിയാണ് ഇഷ്യൂ. അതിനപ്പുറം പോയാൽ ജില്ലാ വിഭജനം ഒരു ന്യായമായ ആവശ്യമാണെങ്കിൽ നടപ്പിലാക്കുക എന്നുള്ളതാണല്ലോ. കേരളം ഉണ്ടാക്കിയപ്പോൾ ഈ 14 ജില്ല ഉണ്ടായിരുന്നു, പിന്നെ നമ്മൾ കൂട്ടിച്ചേർത്തല്ലേ ഇത്രയും. സോ അത് പരിഗണിക്കാനും അല്ലെങ്കിൽ അത് പരിശോധിക്കാനും അതിൻ്റെ മെറിറ്റ് പരിശോധിക്കാനുള്ള ആർജവും രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉണ്ടാകും എന്നുള്ളതാണ് പ്രധാനം. രണ്ടാമത്തെ കാര്യം, ജില്ലാ വിഭജനത്തെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർ കേരളത്തിൽ ഒരു ജില്ലാ വിഭജന ആവശ്യം മാത്രമല്ല ഉള്ളതെന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നന്നാവും തോന്നുന്നു. അതെ, മലപ്പുറം അടക്കമുള്ള ജില്ലകളുടെ വിഭജനം കൂടുതൽ ശക്തമായി ഉയർന്നു വരട്ടെ. മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ അതിൻ്റെ അകത്ത് ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ നിലപാടുകൾ എടുക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്.